ഹായ് ഫ്രണ്ട്സ്, എച്ച് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇംഗ്ലീഷ് ഗ്രാമറിലെ ആർട്ടിക്കിൾസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSCയുടെ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാറുള്ള ആർട്ടിക്കിൾസിലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. അവയാണ് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും 3 ആർട്ടിക്കിളാണുള്ളത്: എ ആൻഡ് ദ. ഇവയെ നമ്മൾ വീണ്ടും രണ്ടാക്കി ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു. ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ഒന്ന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും. അപ്പോൾ ഇവിടെ കൂടി നമുക്ക് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അറിയേണ്ടത്. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യവും വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്, അതായത് ദ ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അത് യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നൗണിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ഉപയോഗിക്കുന്നത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള നൗണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എയും ആനും, അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എയും ആനും ആണ് ഇവ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എന്താണ് സ്പെസിഫിക്, എന്താണ് നോൺ സ്പെസിഫിക് എന്ന് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഞാനൊരു 2 വാചകങ്ങൾ ഇവിടെ പറയുകയാണ്. ഐ വാണ്ട് ടു ബൈ ആൻ അപ്പാർട്ട്മെൻറ്റ്, ഒന്നാമത്തെ ഉദാഹരണം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കണം എന്നാണ് പറയുന്നത്. അത് ഏത് അപ്പാർട്ട്മെൻറ്റ് എന്ന് ഞാനിവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. അതായത് അത് ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. അത് ഒരു അപ്പാർട്ട്മെൻറ്റിനെ മനസ്സിൽ വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റിനെ പോയിൻ്റ് ചെയ്തിട്ടല്ല പറയുന്നത്. എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കണം, അത്രമാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ടുള്ള ആൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ മറിച്ചിട്ട് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്, അതായത് രണ്ടാമത്തെ ഉദാഹരണം, ഐ വാണ്ട് ടു ബൈ ദ അപ്പാർട്ട്മെൻറ്റ് ദാറ്റ് വി വിസിറ്റഡ്, അതായത് നമ്മൾ സന്ദർശിച്ച അപ്പാർട്ട്മെൻറ്റ്. അതായത് അത് ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെൻ്റ് അല്ല, നമ്മൾ സന്ദർശിച്ച അപ്പാർട്ട്മെൻറ്റ് തന്നെ എനിക്ക് മേടിക്കണമെന്നാണ് പറയുന്നത്. അത് സ്പെസിഫിക് ആണ്. അതായത് ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നേരത്തെ പരിചിതമായിട്ടുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് നേരത്തെ പരിചിതമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നൗണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ എയും ആനുമാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇവയുടെ അർത്ഥം, എ ആൻ എന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം ഒരു എന്നാണ്. അടുത്തതായിട്ട് ആൻ ഉപയോഗിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ആൻ ഉപയോഗിക്കുന്നത് വവൽസിനെ മുമ്പായിട്ടാണ്. വവൽസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾക്ക് മുമ്പായിട്ടാണ് ആൻ ഉപയോഗിക്കുക. ഏതൊക്കെയാണ് വവൽസ് എന്ന് നമുക്കറിയാം. എ, ഇ, ഐ, ഒ, യു ആണ് വവൽസ്. അതേപോലെ എ ഉപയോഗിക്കുന്നത് കൺസോണൻസിന് മുന്നിലായിട്ടാണ്. കൺസോണൻസ് എന്ന് പറയുന്നത് എ, ഇ, ഐ, ഒ, യു അല്ലാത്ത എല്ലാ അക്ഷരങ്ങളെയും കൺസോണൻ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ 2 പോയിൻറ്റും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിക്കിളിലെ ഏത് ചോദ്യവും നമുക്ക് ചെയ്യാൻ പറ്റും. ചില ഉദാഹരണങ്ങൾ നോക്കാം. ആൻ എലിഫൻറ്റ്, ഇവിടെ എ എലിഫൻറ്റ്, ഈ എന്ന് പറയുന്നത് വവലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വവലായാൽ മാത്രം പോരാ, നമ്മൾ ഉച്ചരിക്കുന്ന സൗണ്ട് വവൽ സൗണ്ട് കൂടി ആയിരിക്കണം. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അടുത്തത് എ കാർ, കൺസോണൻ്റ് ആണ്. എ ടീച്ചർ, കൺസോണൻ്റ് ആണ്. ഒണിയൻ, വവലാണ്. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, ഈ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്ന് പറയുന്നത് വവൽ സൗണ്ടിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആൻ ഉപയോഗിക്കുന്നു. ഇനി PSCയുടെ സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യങ്ങൾ അടുത്തതായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഉദാഹരണം നോക്കാം. അംബ്രല്ല എന്ന് പറയുന്ന ഒരു വാക്ക്, ഇതിന് മുന്നേ ചേർക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആൻ ആണ്. ഇവിടെ അതിന് കാരണം, ഇവിടെ നമ്മൾ ഉച്ചരിക്കുന്ന സൗണ്ട് വവൽ സൗണ്ടാണ്. ആ എന്ന് പറയുന്ന അംബ്രല്ല എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ ആയാണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആൻ ഉപയോഗിച്ചിരിക്കുന്നു. നേരെ മറിച്ചിട്ട് യൂണിവേഴ്സിറ്റിയുടെ മുന്നിലായിട്ട് നമ്മൾ എ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് കാരണം യൂണിവേഴ്സിറ്റിയെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് യു എന്നാണ്. യു എന്ന് പറയുന്നത് കൺസോണൻറ്റ് സൗണ്ടാണ്. അതുകൊണ്ട് നമ്മളിവിടെ വവലാണ് ആദ്യത്തെ ലെറ്റർ എങ്കിലും ഉച്ചാരണം ഒരു കൺസോണൻറ്റ് സൗണ്ട് ആയതുകൊണ്ട് എ ഉപയോഗിച്ചിരിക്കുന്നു. വേറൊരു ഉദാഹരണമാണ് യൂറോപ്യൻ, യു ആണ്, അതുകൊണ്ട് എ ഉപയോഗിച്ചിരിക്കുന്നു. അതേപോലെ ആൻ അവർ, എച്ച് ആണ് ആദ്യമെങ്കിലും എച്ച് ഇവിടെ സൈലൻ്റ് ആണ്. നമ്മൾ ഇവിടെയും ഉച്ചരിക്കുന്നത് ആ എന്ന് പറയുന്ന വവൽ സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആൻ അവറാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇത് 3ഉം PSCയുടെ സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വാക്കുകൾ, ഇങ്ങനെയുള്ള വാക്കുകളൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും.
നമുക്കിനി PSCയുടെ പഴയകാല ചോദ്യങ്ങളിലേക്ക് പോകാം. റാം വെൻ ടു സൗദി അറേബ്യ ഡാഷ് ഇയർ എഗോ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2018 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഇയർ, അതായത് ഒരു കൺസോണൻറ്റ് സൗണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എ ആണ് ഉപയോഗിക്കേണ്ടത്, കൺസോണൻറ്റ് സൗണ്ട് ആയതുകൊണ്ട്. ഇയർ എന്ന് പറയുന്നത് ഒരു കൺസോണൻറ്റ് സൗണ്ടാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ എ ആണ്. അടുത്ത ചോദ്യം, വി എക്സ്പെക്ട് ഡാഷ് ഒഫീഷ്യൽ എൻക്വയറി ഇൻ ടു ദ ഇൻസിഡൻറ്റ്. അപ്പോൾ ഇവിടെ ഒ എന്ന് പറയുന്ന വൊവൽ സൗണ്ടാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ആൻ ഉപയോഗിക്കാം. ഇത് വുമൺ പോലീസ് കോൺസ്റ്റബിളിന് PSC ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഹീസ് ഡാഷ് MLA ഫ്രം കർണാടക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. FHLMNRSX ഇങ്ങനെ വരുന്ന ലെറ്റേഴ്സിൽ ആരംഭിക്കുന്ന ചുരുക്കെഴുത്തുകൾ, MLA MP ഇങ്ങനെ വരുന്ന അബ്രിവേഷൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എം എന്ന് പറയുമ്പോൾ, നമ്മൾ എം എന്ന് പറഞ്ഞ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഉച്ചരിക്കുന്നത് എ എന്നാണ്, എം. അപ്പോൾ അതൊരു വവൽ സൗണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അക്ഷരങ്ങളുടെ അബ്രിവേഷൻസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആൻ എന്നാണ്. ഹീസ് ആൻ MLA ഫ്രം കർണാടകയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. LDCക്ക് 2016 ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യം, ദ ട്രെയിൻ റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 65 കിലോമീറ്റേഴ്സ് ഡാഷ് അവർ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ അല്ലെങ്കിൽ ആൻ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു എന്നാണ്. അപ്പോൾ ഈ ഒരു വാചകത്തിൻ്റെ അർത്ഥം എന്താണ്? ട്രെയിന് ഒരു മണിക്കൂറിൽ 65 കിലോമീറ്റർ ഓടുന്നു എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു എന്ന അർത്ഥം വരുന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു എന്ന അർത്ഥം വരുന്ന ആർട്ടിക്കിൾ എന്തായാലും ദ ആയിരിക്കില്ല, പിന്നെ 2 ഓപ്ഷൻ എയും ആനുമാണ്. അപ്പോൾ ഇവിടെ അവറിന് മുന്നേ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ വവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ആൻ ആണ്. ദ ട്രെയിൻ റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 65 കിലോമീറ്റേഴ്സ് ആൻ അവറാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഡാഷ് കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ. അപ്പോൾ ഇവിടെയും നമ്മൾ ഒരു കൗവിനെ പറ്റിയിട്ടല്ല, ഒരു പശുവിനെ പറ്റിയിട്ട് മാത്രമല്ല നമ്മൾ പറയുന്നത്, പശു എന്ന വർഗ്ഗത്തിനെ മൊത്തമായിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് നമുക്ക് ആ ഒരു വളരെ പരിചിതമായിട്ടുള്ള ആ ഒരു വർഗ്ഗത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ദ ആണ്. അപ്പോൾ ദ കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം, ഹീസ് ഡാഷ് ന്യൂട്ടൺ. അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. അതായത് അവനൊരു ബുദ്ധിമാനാണ്, അവനൊരു ജീനിയസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ഉപയോഗിക്കുന്നത് അവൻ ഒരു എന്നുള്ള വാക്കാണ്. അതായത് അവനൊരു ന്യൂട്ടണാണ്, അവൻ്റെ ബുദ്ധിശക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാചകം പറയുന്നത്. അപ്പോൾ ഒരു എന്നുള്ളൊരു വാക്ക് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ എ അല്ലെങ്കിൽ ഏനാണ് യൂസ് ചെയ്യുക. ന്യൂട്ടൺ എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്ന, കൺസോണൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാക്കായതുകൊണ്ട് നമ്മളവിടെ എ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, ഡാഷ് മിസ്റ്റർ അഖിൽ ഈസ് വെയിറ്റിംഗ് ഫോർ യു. അതായത് അപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയെ, നമുക്കറിയാത്ത, നമ്മളൊരു പുതിയൊരു വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എ അല്ലെങ്കിൽ ആനാണ്. ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള, നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ അർത്ഥം ഒരു അഖിൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ എ അല്ലെങ്കിൽ ആനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് മിസ്റ്റർ അഖിൽ കൺസോണൻറ്റ് സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് എ ആണ്. എ മിസ്റ്റർ അഖിൽ ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഒരു അഖിൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് വാചകത്തിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, വൈൽ വിസിറ്റിംഗ് ഈജിപ്ത് ഐ വെൻറ്റ് ടു സീ ഡാഷ് നൈൽ. അപ്പോൾ ഇതും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് വളരെ അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി, വളരെ പരിചിതമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ റിവേഴ്സ്, അതേപോലെ സീസ്, ഓഷ്യൻസ്, ഇങ്ങനെയുള്ള വാക്കുകളിലൊക്കെ മുന്നേ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് സി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2017 ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യവും അതേപോലത്തെ ചോദ്യം തന്നെയാണ്, ഡാഷ് ക്യൂൻ വിക്ടോറിയ ഈസ് എ ഫേമസ് ബ്രിട്ടീഷ് ഷിപ്പ്. അപ്പോൾ ഇവിടെയും ഹോട്ടലുകൾ, ഷിപ്പുകൾ, ട്രെയിനുകൾ, അതേപോലെ ഫോറസ്റ്റ്, ഡെസേർട്ട്, ഇവയ്ക്കൊക്കെ മുന്നേ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ദ എന്ന് തന്നെയാണ്. അടുത്ത ചോദ്യം, ദേ ചൂസ് ഡാഷ് മോസ്റ്റ് അട്രാക്റ്റീവ് മോഡൽ ദാറ്റ് ഈസ് അവൈലബിൾ. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഗ്രി ഓഫ് കമ്പാരിസൺ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നേ നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു പോയിൻ്റാണ് ഇവിടെ വരുന്നത്. ഇത് മോസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ദേ ചൂസ് ഡാഷ്
മോസ്റ്റ് അട്രാക്റ്റീവ് മോഡൽ ദാറ്റ് ഈസ് അവൈലബിൾ. ദ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഡാഷ് അൾട്ടിമേറ്റ് പണിഷ്മെൻറ്റ് ഫോർ എനി ക്രൈം. അപ്പോൾ ഇവിടെയും ചില വാക്കുകൾ ശ്രദ്ധിക്കണം. അൾട്ടിമേറ്റ്, അതേപോലെ നെക്സ്റ്റ്, ലാസ്റ്റ്, ഇങ്ങനെയുള്ള വാക്കുകളുടെ കൂടെ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യം, ഡാഷ് മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്. അപ്പോൾ ഇതും നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ തന്നെ ആ ഒരു ലോജിക്കിൽ തന്നെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെയും യൂസ് ചെയ്യേണ്ടത് ദ എന്ന് തന്നെയാണ്. ഇനി ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ചില വാക്കുകളാണ് നേച്ചർ, അതേപോലെ ഹെൽ, ഹെവൻ, അതേപോലെ തന്നെ സ്പേസ്, ഗോഡ്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ, അതായത് ഇങ്ങനെയുള്ള വളരെ സുപ്രീമായിട്ടുള്ള ചില വാക്കുകൾ വരുന്ന സമയത്ത് നമ്മൾ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വാചകങ്ങളെ പറ്റിയിട്ടൊന്ന് ആലോചിക്കാം. അപ്പോൾ നമുക്ക് വളരെ ഏറ്റവും മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നൊരു വാചകം ഗോഡ് ഈസ് ഗ്രേറ്റ്. ആ ഒരു വാചകമാണ് നമ്മൾ സ്ഥിരമായി കേട്ട് പരിചയമുള്ളൊരു വാചകമാണ്. അപ്പോൾ നമ്മളവിടെ ഒരു ആർട്ടിക്കിളും നമ്മളവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ, ഈ ഒരു വാക്കുകളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള വാക്കുകളിലൊപ്പം നമ്മൾ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം, വെൻ ഷീ പ്ലേസ് ഡാഷ് പിയാനോ ഷീ സീംസ് ടു ബി ഇൻ ഹെവൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് 2014 ജൂനിയർ അസിസ്റ്റൻ്റ് PSC ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിനെ പ്ലേ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ, അത് വായിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത്, ഒരു വസ്തു അല്ലാതെ, ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്, ഒരു വസ്തുവല്ല, അത് നമ്മൾ അത് പ്ലേ ചെയ്യുകയാണ് എന്ന അർത്ഥത്തിൽ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ദ എന്നാണ്. വെൻ ഷീ പ്ലേസ് ദ പിയാനോ ഷീ സീംസ് ടു ബി ഇൻ ഹെവൻ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യം, വസ്തുക്കളുടെ പേരുകൾ പൊതുവായി പറയുന്ന സമയത്ത് നമ്മൾ ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡാഷ് ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. ഇത് സീനിയർ അസിസ്റ്റൻ്റ് 2005 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ആർട്ടിക്കിളുകളുടെ ആവശ്യമില്ല. ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. ഇത് തന്നെ, ഇങ്ങനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ചോദ്യം വരും. ഇതും PSCയുടെ ഒരു ചോദ്യമാണ്, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡാഷ് ഗോൾഡ് മൈൻഡ് ഇൻ ഇന്ത്യ ഈസ് ഓഫ് ഗുഡ് ക്വാളിറ്റി എന്നാണ്. അതായത് ഇതൊരു വസ്തുവിനെ പൊതുവായിട്ടല്ല പറയുന്നത്, ഗോൾഡിനെ പറ്റി പൊതുവായിട്ട് പറയുന്ന കാര്യമല്ല, ഇന്ത്യയിൽ മൈൻ ചെയ്തെടുക്കുന്ന ഗോൾഡിനെ പറ്റിയിട്ടാണ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വസ്തുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വസ്തുവിനെ പറയുന്ന സമയത്ത് ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം, ഡാഷ് ഡിന്നർ ദാറ്റ് ഐ ഹാഡ് യെസ്റ്റർഡേ വാസ് നോട്ട് ഗുഡ്. അപ്പോൾ ഇവിടെയും നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ്, അതേപോലെ ലഞ്ച്, ഇങ്ങനെ തുടങ്ങിയ വാക്കുകളുടെ കൂടെ നമ്മൾ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാറില്ല. പക്ഷേ ഒരു സ്പെഷ്യലായിട്ടുള്ള, ഇപ്പോൾ ഡിന്നർ എന്ന് പറയുന്നത് നമ്മൾ രാത്രി കഴിക്കുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഭക്ഷണത്തെയാണ് ഡിന്നർ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി സ്പെസിഫൈ ചെയ്ത് പറയുന്ന സമയത്ത് നമ്മളവിടെ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം, ഡാഷ് ഹോക്കി ഈസ് അവർ നാഷണൽ ഗെയിം. സ്പോർട്സിന് മുന്നേ നമ്മൾ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാറില്ല. ഹോക്കി ഈസ് അവർ നാഷണൽ ഗെയിം എന്ന് തന്നെയാണ് പറയാറ്. ആർട്ടിക്കിളുകളുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യം, യു മസ്റ്റ് ടേൺ ടു ഡാഷ് ലെഫ്റ്റ് എന്നാണ് ചോദ്യം. ഇത് കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിന് 2011 PSC ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ്, റൈറ്റ്, അതേപോലെ നോർത്ത്, വെസ്റ്റ്, സൗത്ത് ഇങ്ങനെയൊക്കെ പറയുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ, ഇവയെപ്പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. യു മസ്റ്റ് ടേൺ ടു ദ ലെഫ്റ്റ് ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഹീ സ്പോക്ക് ടു മീ ഇൻ ഡാഷ് ഉറുദു. ഇത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ 2005 ചോദിച്ച ചോദ്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഇതിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. നമ്മളൊരു ഭാഷയെപ്പറ്റി പറയുമ്പോൾ ഉറുദു, ഇംഗ്ലീഷ്, മലയാളം ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളവിടെ ആർട്ടിക്കിളുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹീ സ്പോക്ക് ടു മീ ഇൻ ഉറുദു ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അവിടെ എൻ ദ ഇവ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നേരെ മറിച്ചിട്ട് ആ ലാംഗ്വേജിനോട് കൂടി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വാക്കിനോട് കൂടി ലാംഗ്വേജ് എന്ന് വരികയാണെങ്കിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഉറുദു ലാംഗ്വേജ്, മലയാളം ലാംഗ്വേജ്, ഇങ്ങനെ ലാംഗ്വേജ് എന്ന് പറയുന്ന വാക്കും കൂടി ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഹീ സ്പീക്സ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, വി സെലിബ്രേറ്റ് ഡാഷ് ക്രിസ്മസ് ഓൺ 25th ഡിസംബർ. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉത്സവങ്ങളുടെ മുന്നേ അല്ലെങ്കിൽ ആഘോഷങ്ങളുടെ മുന്നിലായിട്ട്
ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. ഓണം, വിഷു, ക്രിസ്മസ് എന്ന് തന്നെയാണ് പറയാറ്. ദ ഓണം, ദ വിഷു എന്നൊന്നും നമ്മളെവിടെയും പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ 4 ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഡാഷ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഈസ് ഇൻ കോട്ടയം. ഇതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഒരു വ്യക്തിയുടെ പേരിൽ ആരംഭിക്കുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര് ഒരു വ്യക്തിയുടെ പേരിൻ്റെ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ ആർട്ടിക്കിൾ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഈസ് ഇൻ കോട്ടയം എന്ന് തന്നെയാണ് പറയാറ്. പക്ഷേ നേരെ മറിച്ചിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആദ്യം വരികയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളവിടെ ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം, ജോൺ ഗോസ് ടു ഡാഷ് ചർച്ച് ഓൺ സൺഡേസ്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ, അതായത് ചർച്ച്, സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അവിടെ ചർച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങൾക്ക് മുന്നേ ആയിട്ട് ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് അടുത്ത ഉദാഹരണം പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഐ വെൻറ്റ് ടു ഡാഷ് ഹോസ്പിറ്റൽ ടു സീ മൈ അങ്കിൾ. ഇവിടെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ആവശ്യമില്ല, അതായത് നമുക്ക് ചികിത്സ തേടാൻ വേണ്ടിയിട്ടല്ല. നമ്മളവിടെ പോയിരിക്കുന്നത് ഒരാളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ വേറൊരു ആവശ്യത്തിനാണ് പോകുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഇത് മുനിസിപ്പൽ സെക്രട്ടറി 2015 ചോദിച്ച ചോദ്യമാണ്. ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ ടു സീ മൈ അങ്കിളാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇങ്ങനെയുള്ള ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് വരാറ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 2 കൺസെപ്റ്റ്, ദ എന്ന് പറയുന്ന വാക്ക് എവിടെയാണ് സ്പെസിഫിക്, നോൺ സ്പെസിഫിക് അല്ലെങ്കിൽ എൻ ഇവയുടെ അർത്ഥം, ഒരു എന്നുള്ള അർത്ഥം, ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പല ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 1-2 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. അതേപോലെ എക്സാമിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ നമുക്ക് മൈനസ് മാർക്ക് ഇല്ലാതെ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഇടയിൽ കമൻ്റായിട്ട് ഇടാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.